ഹായ്, ഞാൻ റുക്കിയ ഷംല, അബ്സല്യൂട്ട് മൈൻഡ് ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഹെൽത്തിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പം അത് ഫിസിക്കൽ ഹെൽത്ത് ആയിക്കോട്ടെ, മെൻ്റൽ ഹെൽത്ത് ആയിക്കോട്ടെ, നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഉറക്കം. അതായത് ഡീപ്പായിട്ടുള്ള അത്യാവശ്യം ഡ്യൂറേഷനൊക്കെ കിട്ടുന്ന കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നല്ല ആഴത്തിലുള്ള ഉറക്കം. ഇങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള സ്ലീപ്പ് ഉണ്ടാകുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ആരോഗ്യം ഉള്ള ആളാണ് എന്ന് പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. കാരണം നമ്മുടെ ഉറക്കം എന്ന് പറയുന്ന ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ശരീരത്തിൽ ഒരുപാട് തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൂടുതൽ നടക്കുന്നുണ്ട്. നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. നമ്മൾ ഉണർന്നിരിക്കുന്നതിനേക്കാളും അധികം വർക്ക് ചെയ്യുന്നത്. സോ പ്രധാനപ്പെട്ട എല്ലാ ഫങ്ഷൻസ്, നമ്മളെ ബോഡീനെ ഹെൽത്ത് ആക്കാനുള്ള, നമ്മുടെ ഇമോഷൻ വെൽബീയിങ് ഉണ്ടാക്കുന്ന ഫങ്ഷൻസ് എല്ലാം തന്നെ നടക്കുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. മെമ്മറി കൺസോളിഡേഷൻ എന്നൊക്കെ പറയുന്ന ചില ആക്ടിവിറ്റീസ്, അതായത് ഫിൽറ്ററിങ്, സിമെൻറ്റിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ രാവിലെ മുതലേ അക്വയർ ചെയ്യുന്ന നമ്മുടെ ഇൻഫോർമേഷൻസ്, നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ, മനസ്സിലേക്ക് പതിപ്പിച്ച് വെക്കുന്ന ചില സംഭവങ്ങൾ, ഇതെല്ലാം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഫിൽട്ടർ ചെയ്തെടുത്ത് അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചൂസ് ചെയ്ത് അതിനെ ഒന്നും കൂടെ അരക്കെട്ടിട്ട് ഉറപ്പിക്കുന്നത് പോലെ സിമെൻറ്റ് ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ മെമ്മറീനെ കുറേ കൂടെ ഷാർപ്പ് ആൻഡ് സ്ട്രോങ് ആക്കുന്ന ഫംഗ്ഷനാണ് മെമ്മറി കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഫങ്ഷൻസ് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ അകത്ത് നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പരീക്ഷയ്ക്ക് ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കരുത്, അല്ലെങ്കിൽ എക്സാം ആകെ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു വീക്കിലൊക്കെ അത്യാവശ്യം റെസ്റ്റൊക്കെ എടുത്ത് മൈൻഡിനെയും ബോഡീനെയൊക്കെ പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കണമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മെമ്മറി റീകൺസോളിഡേഷൻ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ബ്രെയിന് ചെയ്യുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ബ്രെയിനിൻ്റെ റിസ്ട്രാക്റ്റീവ് ആക്ടിവിറ്റീസ്. അതായത് പല ഗ്രോത്ത് ഹോർമോൺസ് ആയിക്കോട്ടെ, ലൂട്ടിനൈസിങ് ഹോർമോൺസ് ആയിക്കോട്ടെ, പ്രൊലാക്റ്റിൻ പോലെയുള്ള ഹോർമോൺ ആയിക്കോട്ടെ, നമ്മുടെ സെക്സ് ഹോർമോൺ, ടെസ്റ്റോസ്റ്റിറോൺ പറയുന്ന ഹോർമോണുകളായിക്കോട്ടെ, ഇതെല്ലാം ഫങ്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ റീകൺസംഷൻസ് നടക്കുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ചിലവാക്കുന്ന എനർജി. രാവിലെ മുതലേ നമ്മൾ പല ആക്ടിവിറ്റീസ് ചെയ്തിട്ട് ഒരുപാട് എനർജി കൺസംഷൻസ് നടക്കുന്നുണ്ട്. ഈ എനർജിയെല്ലാം വീണ്ടും റീസ്റ്റോർ ചെയ്യാനായിട്ട് ശരീരം സമയം കണ്ടെത്തുന്നത് നമ്മൾ ഉറങ്ങുന്ന അവസ്ഥയിലാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ന്യൂറൽ പാത്വേ, നമ്മുടെ നെറ്റ്വർക്കിംഗ്, ബ്രെയിനിൻ്റെ അകത്ത് നടക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ റിയാക്ഷൻസ്, കെമിക്കൽ റിയാക്ഷൻസ് എല്ലാം തന്നെ ഷാർപ്പ് ആൻഡ് സ്ട്രോങ് ആയിട്ട് ഒന്നും കൂടെ എല്ലാത്തിനെയും ഒന്ന് ചിട്ടപ്പെടുത്തി എടുക്കാനൊക്കെ സമയം ബ്രെയിൻ കണ്ടെത്തുന്നത് നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ ഈ ഹെൽത്തി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എടുത്തെടുത്ത് വീണ്ടും ശാസ്ത്രം പഠനം നടത്തിക്കൊണ്ടിരിക്കുകയും അത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഫങ്ഷൻസിനുള്ള പ്രാധാന്യം കൊണ്ടാണ്. ഇതേപോലെയുള്ള ഫങ്ഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഉറക്കത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റീനെ ബാധിക്കുന്ന കാര്യമാണ്. സോ ഇങ്ങനെയുള്ള ഡീപ്പായിട്ടില്ലാത്ത, ക്വാളിറ്റി ഇല്ലാത്ത സ്ലീപ്പ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ സ്ലീപ്പ് ഡിസോർഡേഴ്സ് ആയിട്ട് ഒരു മെഡിക്കൽ കണ്ടീഷൻ പോലെ പരിഗണിക്കുന്നത്. സോ സ്ലീപ്പ് ഡിസോർഡേഴ്സ് ആരെല്ലാമാണ് കാണാമെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ഇതിനൊരു ഫാക്ടർ നമ്മുടെ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ തന്നെയാണ്. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്ന കാര്യം നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ ഒരുപാട് സമയം സ്ക്രീൻ ടൈം ചിലവഴിക്കുന്ന ആളുകൾ, നൈറ്റ് പാർട്ടീസ്, നൈറ്റ് മീറ്റിങ്സുകൾ ഉണ്ടാകുന്നത്, അതേപോലെ തന്നെ ഷിഫ്റ്റിൽ വർക്കിന് കയറുന്ന ആളുകൾ, മറ്റൊരു രാജ്യത്തേക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇരുന്നു കൊണ്ട് മറ്റൊരു രാജ്യത്തെ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന IT പ്രൊഫഷണൽസ് പോലെയുള്ള ആളുകൾ, അതേപോലെ എന്തെങ്കിലും തരത്തിലുള്ള മൂഡ് സ്വിങ്സ് ഒക്കെ പോലെ, ഡിപ്രഷനൊക്കെ പോലെ, ആങ്സൈറ്റി ഒക്കെ പോലെയുള്ള കണ്ടീഷൻസ് ഫേസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ഏജ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, അതേപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ചില മെഡിസിൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഫക്റ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ ഉറക്കം നല്ല രീതിയിൽ ക്രമാതീതമായിട്ടില്ലാത്ത ഉറക്കത്തിൻ്റെ ചില പ്രശ്നങ്ങൾ, പാറ്റേണിലുള്ള പ്രയാസങ്ങൾ സംഭവിക്കാം. ഇത്തരത്തിലുള്ള എൻഗേജ്മെൻറ്റ്സ് ഉള്ള ആളുകൾക്ക് പലതരത്തിലുള്ള സ്ലീപ്പ് ഡിസോർഡേഴ്സിൻ്റെ സിംറ്റംസ് നമുക്ക് കാണാൻ പറ്റും. സ്ലീപ്പ് ഡിസോർഡേഴ്സിലുള്ള സിംറ്റംസിനെ നമ്മൾ ഡേ ടൈമിലുള്ള സിംറ്റംസ് ആയിട്ടും അതേപോലെ നൈറ്റ് ടൈമിലുള്ള സിംറ്റംസും ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ വിചാരിക്കുക ഈ സ്ലീപ്പ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ രാത്രിയിൽ ഉറക്കം കിട്ടാത്തത് മാത്രമാണ് എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. നൈറ്റ് ടൈമിൽ പോലെ തന്നെ ഡേ ടൈമിലും ഉള്ള സിംറ്റംസും നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. രാത്രിയിൽ പെട്ടെന്ന് നമുക്ക് ഉറങ്ങാൻ സാധിക്കാതെ വരിക, ഒരുപാട് സമയം എടുത്തിട്ടാണ് ഉറക്കത്തിലേക്ക് പോകുന്നതെങ്കിൽ അത് ഒരു സ്ലീപ്പ് ഡിസോർഡറിൻ്റെ സിംറ്റം ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഉറങ്ങിക്കഴിഞ്ഞ്
കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വീണ്ടും ഞെട്ടി എഴുന്നേൽക്കുക. എന്നിട്ട് തിരിച്ച് വീണ്ടും ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഉറക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെയാണ് നമുക്ക് ഉറക്കത്തിൻ്റെ ഇടയിലുള്ള ഭയങ്കര നോയ്സി ആയിട്ടുള്ള സ്ലീപ്പ്, സ്നോറിങ് ഒക്കെ പോലെ, ജേർക്കിംഗ് പോലെ, ചോക്കിംഗ് പോലെയുള്ള സൗണ്ട് ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ ഡേ ടൈമിലുള്ള സിംറ്റംസ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു എനർജി എന്ന് പറയുന്ന ഒരു ലെവൽ വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ഭയങ്കര ഒരു ഡ്രോസിനെസ് ഫീല് ഉണ്ടാകും. അവരുടെ അറ്റൻഷൻ ആയിക്കോട്ടെ, കോൺസെൻട്രേഷൻ ആയിക്കോട്ടെ ഒട്ടും ഫോക്കസ്ഡ് ആയിരിക്കില്ല. അവരുടെ പോസിറ്റീവ് മൂഡുകൾ വളരെ കുറവും നെഗറ്റീവ് മൂഡുകൾ വളരെ കൂടുതലുമായിരിക്കും. സോ ഡേ ടൈമിലും അതേപോലെ തന്നെ നൈറ്റ് ടൈമിലും നമുക്ക് സ്ലീപ്പ് ഡിസോർഡേഴ്സിൻ്റെ സിംറ്റംസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സ്ലീപ്പ് ഡിസോർഡേഴ്സിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മളൊരു 3 കാറ്റഗറി പറയും. ഒന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഒട്ടും ഉറങ്ങാൻ പറ്റാത്ത ആളുകളാണ്. തീരെ കണ്ണടയ്ക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരിക, എപ്പോഴും ഒരുപാട് ചിന്തകൾ മനസ്സിൽ ഇങ്ങനെ ഓവർ തിങ്കിങ് ആയിട്ടുള്ള പ്രോസസ്സ്, ഇതുപോലെ നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം വളരെ സെൻസേഷണൽ ആയിട്ടുള്ളൊരു മൂവിയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തൊരു ഇൻസിഡൻറ്റിൽ പെട്ടിട്ട് അതിനുശേഷം അവരുടെ സൈക്കോളജിക്കൽ ഹെൽത്തിനെ ബാധിച്ച വലിയൊരു കാര്യം കണ്ണടയ്ക്കാൻ പോലും പറ്റുന്നില്ല എന്നായിരുന്നു. കാരണം കണ്ണടയ്ക്കുമ്പോഴേക്ക് ഇതേപോലെയുള്ള ഒരുപാട് ചിന്തകൾ ആളുടെ മനസ്സിൽ കയറി വരുന്നു. PTSD എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന പോസ്റ്റ് ട്രോമാറ്റിക് ആയിട്ടൊരു സ്ട്രെസ് ഡിസോർഡറിൻ്റെ ഒരു പാറ്റേൺ ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. സോ അങ്ങനെയുള്ള മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇതേപോലെ കണ്ണടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ, ഉറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കണ്ടീഷൻ വരും. സോ ഇത് ഒരു കാറ്റഗറിയാണ്. അതേപോലെ തന്നെയുള്ളൊരു കാര്യമാണ് നമുക്ക് ഉറങ്ങാൻ പറ്റും, പക്ഷേ ഉറങ്ങി കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതിരിക്കുക, വീണ്ടും ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് പോവുക, തിരിച്ച് വീണ്ടും ഉറക്കത്തിലേക്ക് എത്താൻ പറ്റാതിരിക്കുക. ഇത് മറ്റൊരു തരത്തിലുള്ള സ്ലീപ്പിൻ്റെ ഡിസോർഡറിൻ്റെ മറ്റൊരു കാറ്റഗറിയാണ്. പിന്നെയുള്ളൊരു കാര്യമാണ് നമ്മൾ ഉറക്കത്തിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിക്കുക എന്നുള്ളത്. അതായത് പിന്നെ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ബെഡ് കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കടന്ന് ഒരു എന്തെങ്കിലും തരത്തിൽ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നതായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള അൺയൂഷ്വൽ ആയിട്ടുള്ള ബിഹേവിയർ, ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ 3 കാറ്റഗറിയിലായിട്ടാണ് സ്ലീപ്പ് ഡിസോർഡേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യമാണ് സ്ലീപ്പിൽ വരുന്ന സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അതായത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ശ്വാസം നിലച്ചു പോയതുപോലെ തോന്നുക. ഒരു 10 സെക്കൻഡെങ്കിലും മിനിമം ഇതേപോലെ ശ്വാസം കിട്ടാത്ത ഒരു കണ്ടീഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മളത് സ്ലീപ്പ് ആപ്നിയ ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത്. ഉറക്കത്തിൽ ഇതേപോലെ ശ്വാസം കിട്ടാതെ വരുന്നത് കൊണ്ട് പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു പേടി ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്തുണ്ടാകും. ചില സമയത്ത് ഈ കണ്ടീഷനിൽ ഹാലുസിനേറ്ററി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കാം. മേ ബി എന്തെങ്കിലും ശബ്ദം കേൾക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയൊരു സ്വത്വം മുമ്പിൽ വന്നിട്ട്, അതായത് പേടിപ്പിക്കുന്ന എന്തെങ്കിലും രൂപം മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെയുള്ള കണ്ടീഷൻസും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന കുറച്ചും കൂടെ ആളുകളെ ഉള്ളിൽ ആങ്സൈറ്റിയും പേടിയും ഒക്കെ ഉണ്ടാക്കി ഭയങ്കരമായിട്ട് ഒരു സ്ട്രെസ്സ് ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനും കൂടിയാണ്. അതേപോലെ തന്നെയാണ് നാർക്കോലെപ്സി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. പകൽ സമയങ്ങളിൽ ഒട്ടും കണ്ണ് തുറന്നിരിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഭയങ്കരമായിട്ട് നമ്മൾ സ്ലീപ്പിനെസ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനാണ് നമ്മൾ നാർക്കോലെപ്സി എന്ന് പറയുക. ഇതും ഒരു സ്ലീപ്പ് ഡിസോർഡറിൽ പെട്ടിട്ടുള്ള കാര്യമാണ്. അടുത്ത ഒരു സ്ലീപ്പ് ഡിസോർഡറാണ് സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്നത്. സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്ന പേരിലുള്ളതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാം നമ്മൾ അറിയുന്നുണ്ടാകാം, ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓറിയൻറ്റഡ് ആണ്, പക്ഷേ നമ്മുടെ ശരീരം ഒട്ടും അനക്കാൻ പറ്റാതെ ഇരിക്കുക, പാരലൈസ്ഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ്. പലപ്പോഴും ക്ലയൻസ് അതിനെ റിപ്പോർട്ട് ചെയ്യാറുള്ളത് മരിച്ചുപോയി മറ്റേതോ ലോകത്തെത്തിപ്പോയതുപോലെയുള്ളൊരു ഫീല് വന്നു, എല്ലാം എന്തൊക്കെ അറിയുന്നുണ്ട് പക്ഷേ എൻ്റെ ശരീരം അനങ്ങുന്നില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള റെസ്പോൺസും എനിക്ക് ശബ്ദമുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു വിരൽ ചലിപ്പിച്ചിട്ട് പോലും ഒരു റെസ്പോൺസ് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ്. സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാകുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു കാര്യമാണ് കാറ്റപ്ലെക്സി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മസിൽ ടോൺ കംപ്ലീറ്റ് ലോസ് ആയി പോകുന്നൊരു കണ്ടീഷനാണ്. അതുകൊണ്ടാണ് നമുക്ക് ശരീരം ചലിപ്പിക്കാനൊന്നും സാധിക്കാത്ത രീതിയിൽ നമ്മൾ ഒരു ട്രാപ്പ് ചെയ്യപ്പെട്ട പോലെ ആ നെയിം പറയുന്നത് പോലെ തന്നെ പാരലൈസ്ഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലേക്ക് പോകുന്നത്. പാരസോംനിയാസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് അടുത്തതായിട്ട് പറയുന്നത്. പാരസോംനിയാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഉറക്കത്തിൻ്റെ ഇടയിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിക്കുക, ഫിസിക്കൽ ആക്ടിവിറ്റീസ് കാണിക്കുക. സോമനാപുലിസം എന്ന് നമ്മൾ പറയുന്ന ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നൊരു കാര്യം
ഒരു പാരസോംനിയയിൽ പെടുത്തുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് സ്ലീപ്പ് ഈറ്റിംഗ്. ഉറക്കത്തിനിടയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒക്കെ ആയിട്ടുള്ള നമ്മൾ സാധാരണ എഴുന്നേറ്റ് വെള്ളം കുടിക്കുന്നത് പോലെയല്ല, ഉറക്കച്ചവടോട് കൂടിയിട്ട് തന്നെ അതിൽ നിന്ന് ഉണർന്നു പോവാതെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം സ്ലീപ്പ് ഈറ്റിംഗ് എന്ന് പറയാം. അതേപോലെ തന്നെയാണ് നൈറ്റ് മെയേഴ്സ് ഉണ്ടാകുക. ഉറക്കത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും സ്വപ്നങ്ങൾ, പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞെട്ടി ഉണർന്നുകൊണ്ടിരിക്കുക. സ്ലീപ്പ് ടെറേഴ്സ് അല്ലെങ്കിൽ സ്ലീപ്പ് നൈറ്റ് മെയേഴ്സ് എന്നൊക്കെ പറയുന്ന പേരിലാണ് നമ്മളത് പറയുക. ഇതെല്ലാം ഒരു പാരസോംനിയ എന്ന് പറയുന്ന സ്ലീപ്പ് ഡിസോർഡറിൻ്റെ അകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. നല്ലൊരു സ്ലീപ്പ് പാറ്റേൺ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തി ലൈഫിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നതായതുകൊണ്ടും തന്നെ നന്നായിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഉറക്കത്തിനെ ബാധിക്കുന്നത്, എന്താണ് ട്രിഗേഴ്സ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരു പക്ഷേ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യത്തിൻ്റെ അകത്തൊക്കെ വരുന്നതിൻ്റെ അകത്ത് ഒരു ഇമോഷണൽ കണ്ടൻറ്റ് വല്ലാതെയുണ്ട്. നമ്മുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ്, അതായത് നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ശാരീരിക അസ്വസ്ഥതകൾ മൂലം ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ആയിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ഉൾഭയം ഉള്ളിൽ സൃഷ്ടിച്ചേക്കാം, ഒരു ഇമോഷണൽ ഫിയർ ഉള്ളിൽ ഉണ്ടാക്കിയേക്കാം. സോ അതെന്താണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ ഇമോഷണൽ കണ്ടൻറ്റിനെ എല്ലാം മാനേജ് ചെയ്ത് എന്തെല്ലാം തരത്തിലുള്ള ഡയറ്റ് പ്ലാനിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ തോട്ട്സിനെ മാനേജ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അത്തരം കാര്യങ്ങളും എല്ലാം നോക്കി ഹൈജീനായിട്ടുള്ള അല്ലെങ്കിൽ പാറ്റേൺഡ് ആയിട്ടുള്ള ഓർഡേർഡ് ആയിട്ടുള്ള ഒരു സ്ലീപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഉറക്കം നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ ഇങ്ങനെയുള്ള സൈക്കോളജിക്കലായിട്ടുള്ള പ്രയാസങ്ങളാണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ട്രിഗേഴ്സ് ഇങ്ങനെയുള്ളൊരു ഇമോഷണൽ ഫിയർ അല്ലെങ്കിൽ ഇമോഷണൽ കണ്ടൻറ്റ് ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നോ മനസ്സിലാക്കാൻ പലപ്പോഴും ആളുകൾക്ക് കഴിയാറില്ല. സോ ഇങ്ങനെയുള്ള സ്ലീപ്പ് ഡിസോർഡേഴ്സും ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാനും അത് പരിഹരിക്കാനുമായിട്ട് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.